കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞായറാഴ്ച ആയിട്ട് എനിക്കിന്ന് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓരോ പണിയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സമയം 5 മണിയായിട്ടോ. പിന്നെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം അങ്ങോട്ട് ഒരുപാടായി. പിന്നെ വെള്ളം കൊണ്ടുവരിക അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് പിന്നെ സ്കൂളിലേക്ക് കറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചമ്മന്തി അരച്ചു കേട്ടോ. ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, മത്തനാണ്, മത്തൻ താളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സോയാബീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെയാണ് ഞാനിന്ന് സ്കൂളിൽ മത്തൻ താളിപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, കുറച്ച് നേരം വൈകി. അതുകൊണ്ടാണ് വന്നതിൻ്റെ ശേഷം ഞാനിത് ചായ ഉണ്ടാക്കിട്ടോ. ചായ കുടിച്ചു, മക്കൾക്കൊക്കെ ചായ കൊടുത്തു. അനുവിനൊന്ന് ട്യൂഷൻ ഓള് വന്നപ്പോഴത്തേക്ക് സമയം 4:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ചു. പിന്നെ അതപ്പോൾ സമയം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഇരുട്ടാണ്. ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് ഇനി ഓട്സ് എന്തെങ്കിലും ഉണ്ടാക്കണം, അങ്ങനത്തെ പണിക്കുള്ളൂ. ഇപ്പോൾ ഇതാ മഴയൊക്കെ ഒന്ന് ചാറി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ ഞാനിന്നും നാളെ രാവിലെ ഇനിയിപ്പോൾ നാളെ കുട്ടികൾക്കൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ പിന്നെയും തുടങ്ങിയില്ലേ. അപ്പോൾ അതാ ചകിരി ഞാനിവിടെ ബേസിൽ കൊണ്ടുവന്നേക്കും കേട്ടോ. മഴയത്ത് പോയിങ്ങാണ്ട് എടുത്തുകൊണ്ടിരാനൊക്കെ ഗതികേടല്ലേ, രാവിലെ തീ പിടിപ്പിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ചകിരിയൊക്കെ ഈ പാത്രത്തിൽ കൊണ്ടുവന്ന് അടച്ചേക്കിട്ടോ. ഇത് നമ്മൾ ആ കറുത്ത പാത്രമില്ല, അതാണ് കേട്ടോ. കണ്ട അത് അടി പൊട്ടിയിരുന്നു. പിന്നെ വെള്ളം ഒഴിച്ചേക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഞാനതിൽ ചകിരി ഇട്ടേക്കും. പിന്നെ ഓലക്കൊടി കൊണ്ടുവന്ന് വയ്ക്കും. എന്താ ഇതിൻ്റെ അടിയിലൊരു കെട്ട ഓലക്കൊടി ഇട്ട് തീ പിടിപ്പിക്കാൻ വേണ്ടി മാത്രം. പിന്നെ അത് വിറകൊക്കെ കുത്തി ചായച്ച് ഇന്ന് കൊത്തിയിട്ടൊന്നുമില്ല. മറ്റേതൊന്ന് എന്നും ഞാൻ കൊത്തും വൈകുന്നേരം തീ പിടിപ്പിക്കാനൊക്കെ. നാളെ ഇനിയിപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ നാളത്തെ കാര്യങ്ങൾ. മോനൂസ് എഴുതാൻ കുത്തിരുന്നോ? മോനൂസേ എന്താ എഴുതണത്? എഴുതിയോ? ഓന് എന്നും ഡയറി എഴുതി കൊണ്ടുപോകണം സ്കൂളിലേക്ക്. അപ്പോൾ ഡയറി എഴുതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. മോനൂസ് ഡയറി എഴുതാണ് ഗൈസ്. മോനൂസ് ആദ്യം സ്ലേറ്റിൽ എഴുതും കേട്ടോ, പിന്നെയാണ് ഡയറിയിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് നേരെ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കും. അങ്ങനെയൊക്കെയാണ്. ഇത് ഇവർക്ക് ദിവസം ചെയ്യണം കേട്ടോ. സംയുക്ത ഡയറി എന്നാണ് ഇതിൻ്റെ പേര്. ഇനി എന്താ അടുത്ത് എഴുതണത്? ഇന്ന് ഞാൻ കരാട്ടെ ക്ലാസ്സിൽ പോയി. ഓക്കെ. അടുത്ത എന്താ ഇത്? ഇന്ന് ഞങ്ങൾ അവനെന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ട്. ഓക്കേ ഫ്രണ്ട്സ്, ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലേക്ക് നേരെ കയറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ ചിപ്സ് ഉണ്ടാക്കണ കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് മറ്റേ എന്താ പറയുക, പച്ചക്കായൻ്റെ തോലില്ലേ, നല്ല ഫ്രഷ് തോലാണ് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. ഇതാണ് ഗൈസ്, കണ്ടോ. ഇനി നാളെ ഇത് വെച്ചിട്ടാണ് ഉപ്പേരി കേട്ടോ. പച്ചക്കായൻ്റെ തോടും മുതലും വെച്ചിട്ട് ഞാൻ നാളെ ഉപ്പേരി ഉണ്ടാക്കും. അത് ഞാൻ വീഡിയോസായി ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, നല്ല അടിപൊളി ഉപ്പേരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മുതരയൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഉണക്കമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കുത്തിയിട്ട് വറവിടണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നല്ല എന്താണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരിയും കൂടിയാണ് കേട്ടോ. പക്ഷെ നമുക്കിത് ചോദിക്കാനൊക്കെ മടിയാവും കേട്ടോ. അവർ വിചാരിക്കും ഇതിങ്ങനെ കുറേ കൊണ്ടുപോകണമാണ് പോലും ചോദിക്കും, എന്ത് പശുക്കളുണ്ട് ആടുകളുണ്ടോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് തന്നെയാണ് ഉപ്പേരി വയ്ക്കാനെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ചിരിയൊക്കെയാണ്. അറിയണവരൊന്നും പറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പം ഇനി നാളെ വെച്ച് ഉപ്പേരി ഉണ്ടാക്കണം. വെറുതെ ഉപ്പേരി ഉണ്ടാക്കട്ടെ, തോരൻ പോലെ വെക്കുക, തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് വെക്കുക, അതും ടേസ്റ്റ് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നേരമില്ല, ഇനിയിപ്പോൾ കിട്ടിയാണ്ടൊക്കെ വെക്കട്ടെ നാളത്തേക്ക്. അപ്പോൾ ഒരു ഉപ്പേരിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.